ചങ്ങായിമാരെ എങ്ങനെയുണ്ട്? പുതിയ ബിസിനസ്സൊക്കെ, പുതിയ വർഷം എങ്ങനെയുണ്ട് എന്നൊന്നും അറിയാനായിട്ടില്ല. 12-ാം തീയതി ആവുന്നേ ഉള്ളൂ. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ സെയിലൊക്കെ? നമ്മളിത് അൽഹംദുലില്ലാ റാഹത്താണ്. ഇപ്പം നമ്മളവിടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ഷോർട്ട് കുർത്തിയാണ്. നയിച്ച് കഴിഞ്ഞാൽ കൂടുതലും ചോദിച്ചു വരുന്നത് ഷോർട്ട് കുർത്തിക്കാണ്. അതിനുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റിൻ്റെ മെറ്റീരിയൽ 3 മീറ്ററാണ്. അതുകൊണ്ട് നമുക്ക് 2 ഷോർട്ട് കുർത്തി തയ്ക്കാൻ പറ്റും. ഒരു ഷോർട്ട് കുർത്തിക്ക് തന്നെ 350, 400 ആ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ലേസ് വാങ്ങേണ്ടതുണ്ട്. ഇനി ടോപ്പായിട്ടാണെങ്കിൽ ഒരു നൈറ്റിൻ്റെ മെറ്റീരിയൽ ഫുള്ളായില്ലെങ്കിലും ഒരു ചെറിയ കുട്ടിക്കും കൂടി ടോപ്പ് അടിക്കാൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം മെസ്സേജ് അയച്ചാൽ. ഇതിന് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് കുഞ്ഞി പുള്ളികളാണ്. കുഞ്ഞി പുള്ളികളാവുമ്പോഴാണ് ഇതൊന്നും കൂടി ഒരു ഭംഗിയായിട്ട് ഷോർട്ട് കുർത്തി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ 2 പീസ് ആക്കിയിട്ട് അടിക്കാനും പറ്റും ഈ മെറ്റീരിയലുകൾ. അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം മെസ്സേജ് അയച്ചോ. ഇത് മൊത്തത്തിൽ 500 പീസ് ഉണ്ട്. അതിലിപ്പോൾ 250 പീസുകളും ഓർഡർ ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ മെറ്റീരിയൽ എടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ പേയ്മെൻറ്റ് അയച്ചു തരുന്ന ആൾക്കാരുണ്ട്. 50 എണ്ണം 100 എണ്ണമൊക്കെ എടുക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർ തലേ ദിവസം പൈസ അയച്ചു തരുമ്പോൾ സാധനം കൊണ്ടുവരുമ്പോൾ ആദ്യം അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് അവർ പറയുന്ന മോഡൽസാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ അവിടുന്ന് ഫോട്ടോസ് അയച്ചു കൊടുക്കും. നമ്മൾ ഷോപ്പിൽ പോയിട്ടല്ല എടുക്കുന്നുണ്ട്. കസിൻ്റെ ഷോപ്പിക്ക് കൊണ്ടുവരുന്ന സാധനത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് ആദ്യം ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇത്ര പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇത്ര പീസ് കൊടുത്തിട്ട് ബാക്കിയാണ് ഞാൻ ഓൺലൈനിലിടുക. അതുപോലെ നമ്മളെ യൂണിറ്റിലേക്കുള്ളത് വേറെ എടുക്കും. അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാറാണ്. അതും ഇതും കൂടി കുഴക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഇതേ പീസുകളിൽ തന്നെ മെറ്റീരിയൽ സ്റ്റിച്ചഡ് ആയിട്ടുള്ള നൈറ്റികൾ വേണമെന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അത് റീറ്റെയിലായിട്ട് നമുക്ക് ഒരുപാട് ഓർഡർ ഉള്ളതാണ്. ഈ നൈറ്റി തയ്ച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കിത്തരാം. അത് വേണമെന്നുള്ളതിൽ അങ്ങനെയും പറയാം. ഈ മെറ്റീരിയലുകൾ നിവർത്തിയാൽ എങ്ങനെയാണ്, നിവർത്തിയ ഫോട്ടോസ് അയച്ചു തരുമോ എന്ന് ചോദിക്കണ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിങ്ങനെ ഇപ്പോൾ ഇതാ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഇതിലേറെ ഭംഗി ഉണ്ടാവും. ഇങ്ങനെ കാണുമ്പോഴാണ് ആ ഒരു തുണീൻ്റെ ഭംഗി മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇത് 2 പീസ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും ഇതിങ്ങനെ 2 പീസാക്കിയിട്ട് ഇട്ട് പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ആ പ്ലെയിൻ ഷോളിൽ ഇതിൻ്റെ ഈ അറ്റത്തുള്ള പ്രിൻ്റ് വെച്ചിട്ട് 3 പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു അജ്രക്കിൻ്റെ 3 പീസിന് 900 രൂപ നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ 2 പീസ് ആക്കിയിട്ട് അടിക്കുകയാണെങ്കിൽ 850, 900 അങ്ങനെ കൊടുക്കാം. ഒറ്റ ടോപ്പായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ 450 വാങ്ങാം. ഇതുകൊണ്ട് കഫ്താൻ അടിച്ചു കൊടുക്കുകയാണെങ്കിലും 400, 420 അങ്ങനെ വാങ്ങാം. ഇനി സാധാ ചുരിദാർ കട്ട് അത് അടിക്കുകയാണെങ്കിലും 380 അങ്ങനെ വെച്ചിട്ട് കൊടുക്കുക. ആ ഒരു ക്വാളിറ്റി ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അതിൻ്റെ ഭംഗി ഉണ്ടാവും. ഇങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗി ഉണ്ടാവും നേരിൽ കാണുമ്പോൾ. അജ്രക്കിൻ്റെ ക്ലോത്തുകളാണിത്. ഇനി ബ്ലൗസ് അടിക്കേണ്ടവർക്കും ഇത് ബ്ലൗസ്, ഷർട്ട് അതിനെല്ലാം പറ്റും. കാരണം ഒരുപോലുള്ള പ്രിൻറ്റുകളാവുമ്പോൾ ബ്ലൗസിനോ ഷർട്ടിനോ നൈറ്റിക്കോ ടോപ്പിനോ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇതതിൽപ്പെട്ട തന്നെ വേറെ ഒരു ചെറിയ പ്രിൻ്റാണ്. അപ്പോൾ കുഞ്ഞിപ്പുള്ളിയാൾ വേണമെന്നുള്ളവരൊക്കെ വേഗം വന്നോളി. പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആവശ്യക്കാരൊക്കെ വരിക. നമ്മൾ ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോയെന്നാണ് കൂടുതൽ പേരും ചോദിക്കാറുള്ളത്. അതുപോലെ റീസെല്ലിംഗ് ഉണ്ടോയെന്ന്. റീസെല്ലിംഗ് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം കൊടുക്കും. മിനിമം നമ്മളടുന്ന് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. അപ്പോൾ ആ റേറ്റ് അതിനനുസരിച്ച് റേറ്റ് മാറും. ഇനി 1-2 പീസ് മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കും. പക്ഷെ അതിന് റീറ്റെയിൽ പ്രൈസ് വരും. അതുപോലെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. അത് 10 പീസാണെങ്കിലും 30 പീസാണെങ്കിലും ഒരേ ചാർജാണ് ഷിപ്പിംഗ് ചാർജ് വരിക. നമ്മളടുന്ന് മെറ്റീരിയൽ എടുക്കൽ എങ്ങനെയെന്ന് ചോദിക്കണമല്ലോട് ഇതിലുള്ള ഈ നമ്പറിൽ 92 078 15 205 ആ നമ്പറിലാണ് വാട്സപ്പ് ഉള്ളത്. അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ശേഷം പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക. അഡ്രസ്സ് വിടുക. പോസ്റ്റ് വഴിയാണെങ്കിൽ 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസം, കൊറിയർ ആണെങ്കിൽ 2-ാം ദിവസം, അതിലെ 3-ാം ദിവസം അങ്ങനെ നിങ്ങളെ കയ്യിലെത്തും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കൊടുക്കില്ല. അത് പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ വണ്ടി വിലയിട്ട് നടത്തുന്ന ബുദ്ധിമുട്ടി ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ നമ്മൾ പബ്ലിക്കായിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ ഒരാളെ കുറച്ച് മാക്സിക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ കേടെടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ഇടാൻ. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ 1 വർഷത്തോളമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷമായി നൈറ്റി ബിസിനസ്സിൻ്റെ യൂണിറ്റ് ഞാൻ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്.
അപ്പം അങ്ങനെ നിലനിന്ന് പോകേണ്ടത് ആ ക്ഷമയും അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളിടത്ത് മാത്രമേ അത് വിജയമായിട്ട് നിൽക്കുള്ളൂ. അല്ലാത്തവർ പെട്ടെന്ന് നിൽക്കും. ഏതൊരു ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഏറ്റവും വലിയ ഒന്നാമതായി നമുക്ക് വേണ്ടത് സത്യസന്ധത, രണ്ടാമത്തത് നമുക്ക് ക്ഷമ, മൂന്നാമത്തത് കോൺഫിഡൻറ്റ്. ആ കോൺഫിഡൻറ്റ് ഉണ്ടാവണമെന്ന്, ക്ഷമ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യണം, ഇപ്പം തന്നെ ലാഭം വേണമെന്നുള്ള ആ ചിന്ത ഒഴിവാക്കണം. നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ഇനി പറ്റാത്ത ക്ലോത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കള്ളം ചെയ്താലും എന്താവും, ഒരിക്കൽ വാങ്ങിയവർ പിന്നെ വാങ്ങാൻ വരില്ല. അതോടെ ആ ഒരു വാങ്ങിയ ആ ഭാഗത്തുള്ള ആ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്ത് റണ്ണായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഉള്ളത് ക്വാളിറ്റിയിൽ കൊണ്ട് നടക്കണം. രണ്ടാമത്തെ കാര്യം കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് മാത്രം സോറി പറയുക. നിങ്ങളെ റേറ്റിൽ നിങ്ങളെന്ത് ചെയ്യരുത്, ഒരുപാട് താഴ്ന്നു കൊടുക്കരുത്. അതിന് നിങ്ങൾ അധ്വാനിക്കണതിനുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രം ചെയ്യുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഞാൻ ബിസിനസ്സുകാരിയാണെന്ന് എനിക്കതിൽ നിന്നൊന്നും കിട്ടണില്ല എന്നുള്ള രീതിയിൽ പോയിട്ട് ഒരു കാര്യമില്ല. അത് പെട്ടെന്ന് തന്നെ മുങ്ങും. നിങ്ങൾ അധ്വാനിക്കണുണ്ടെങ്കിൽ അതിൻ്റെ ഇത് എടുത്തിട്ടുള്ള ബിസിനസ് ചെയ്യാം. അത് ഇനിയിപ്പം എനിക്ക് പറ്റൂല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല, എനിക്ക് അവരോട് ചോദിക്കാൻ മടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. നമുക്ക് വേണ്ടിയിട്ട് മറ്റാരും വരില്ല എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. ചിലരെന്താ വെച്ചാൽ ഓലെന്താ വിചാരിക്കാമെന്ന് വെച്ചിട്ട് ഫാമിലി പെട്ടവർക്കൊക്കെ തുണീൻ്റെ, ഒരാൾ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഫാമിലി പെട്ടവർക്കൊക്കെ ഞാൻ തുണീൻ്റെ പൈസ എടുക്കലുള്ളൂ, അല്ലാത്തവർക്ക് ഒരു 50 രൂപ ഏറെ വാങ്ങുന്നു. 50 രൂപ ഏറെ വാങ്ങിയിട്ട് എന്താ കിട്ടുക, ഷിബ്, നൂല്, നെക്ക് ഒക്കെ വാങ്ങണം. അതൊക്കെ വെച്ചിട്ട് നമ്മളെ ഈ സമയം കഴിഞ്ഞ് ചോട്ടിക്കൂട്ടി അടിച്ചിട്ട് 50 രൂപ കിട്ടിയിട്ട് എന്ത് കിട്ടാൻ, 150 രൂപ ഒരു നൈറ്റിയിൽ നമ്മൾ എക്സ്ട്രാ ഇടണം. നമ്മളെ ഈ ചിലവും സ്റ്റിച്ചിങ് ചാർജൊക്കെ കൂട്ടിയിട്ട്. ഒരാൾ നമുക്ക് പുറത്തുനിന്ന് ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വരികയാണെങ്കിൽ 150 രൂപ വാങ്ങണം. അതുപോലെ റീറ്റെയിലായിട്ട് നൈറ്റിൻ്റെ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഒരു 60 രൂപ എക്സ്ട്രാ ഇടാൻ പറ്റണം. നമുക്ക് സ്റ്റിച്ചിങ് ചാർജും അല്ല അതിൻ്റെ പാക്കിങ്ങും അതും ഇതും എല്ലാം വേണ്ടേ, അതൊക്കെ കൂട്ടിയിട്ട് ഒരു 60 രൂപ എക്സ്ട്രാ ഇടാൻ പറ്റണം. ലാഭമില്ല എന്ന് കണ്ടാൽ പിന്നെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകരുത്. ബിസിനസ് ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മളെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ, നമ്മളെ താല്പര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടേത് മാത്രമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ടാവും. നമുക്ക് ഒരിക്കലും ഒരാളോട് ആവശ്യപ്പെടാൻ പറ്റാത്ത ചില ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്കെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒറ്റ ചിന്ത അടി ഉറച്ച് നമ്മളെ മനസ്സിലുണ്ടായി ഇനി ആരെ നമ്മളെ കളിയാക്കിയാലും നമ്മളത് ബാധിക്കില്ല. ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞാലും നമുക്കിത് നിർത്താൻ തോന്നില്ല. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ നന്നാക്കേണ്ടതും കേടുവരുത്തേണ്ടതും. അപ്പം നമ്മളെങ്കിലും നമ്മളെ നന്മ മാത്രം ആഗ്രഹിക്കുക, നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതിനിപ്പോൾ ആരെന്നായാലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളോളം നമ്മളെക്കുറിച്ചുള്ള ചിന്ത വേറെ ആർക്കും ഉണ്ടാവില്ല. ഒരാളെ വിഷമിപ്പിക്കാനും നിൽക്കണ്ട. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ നിലപാടും എല്ലാ സന്തോഷവും കളയും വേണ്ട. അതിനിപ്പോൾ ഭർത്താവായിക്കോട്ടെ, നമ്മളെ മാതാപിതാക്കളായിക്കോട്ടെ, ഭർത്താവിൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ, ആരായാലും അവരുടെ മാത്രം ഇഷ്ടങ്ങൾക്ക് കീ കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിയാകാനും നിൽക്കണ്ട. എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് അവരെല്ലാവരെയും ഒഴിവാക്കിയിട്ടുള്ള ആളാവാനും പോവണ്ട. നമ്മളെ ഏറ്റവും വലിയ ഫ്രണ്ട് നമ്മളെ മനസാക്ഷി ആവണം, നമ്മളാവണം. അപ്പോൾ നമ്മളെ മനസാക്ഷിൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റുകാരി ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അതിൻ്റെ കൂടെ ആത്മാർത്ഥതയോടെ ശ്രമിച്ചാൽ നിങ്ങൾക്കും ബിസിനസ്സുകാരി ആവാൻ പറ്റും. ഇന്ന് 4 തുണി വാങ്ങി നാളെ തന്നെ ബിസിനസ്സുകാരി ആവണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.